ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസമായിട്ട് ഇൻസ്റ്റാഗ്രാമിലേക്ക് കമൻറ്റ് വരാണ്ട് ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ പേഴ്സണൽ ലോൺ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ കമൻറ്റ് സംഭവങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മളിപ്പോൾ മിക്കതും ഓൺലൈൻ പേഴ്സണൽ ലോൺസ് നോക്കുമ്പോൾ നമുക്ക് എല്ലാം കിട്ടുന്നത് എല്ലാം ഓൺലൈനിലുള്ള NBFCകളാണ്. അതായത് ഇപ്പോൾ ക്രെഡിറ്റ് ബി ആയിക്കോട്ടെ, മണി ബി ആയിക്കോട്ടെ, എല്ലാം NBFC ത്രൂ ആണ് നമുക്ക് ലോൺ തരുന്നത്. അപ്പോൾ ബാങ്കിൻ്റെ ലോൺ വേണമെന്ന് പറഞ്ഞു വെച്ചാൽ ബാങ്കിൻ്റെ ലോൺ ആകുമ്പോൾ കുറച്ച് പേർക്ക് കുറച്ചും കൂടിയും എന്താ പറയുക, ഒരു വിശ്വാസ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ചെറുതായിട്ട് ഒരു പേഴ്സണൽ ലോൺസിൽ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ലാട്ടോ. നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഫെഡറൽ ബാങ്കിൻ്റെ ഡിജിറ്റൽ പേഴ്സണൽ ലോണിനെ കുറിച്ചാണ്. അതായത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്ന ഒരു പേഴ്സണൽ ലോൺസ് ആണത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ നമ്മൾ പറയാൻ പോകുന്നിട്ടാണ്. അപ്പോൾ ഞാൻ കുറേ ഡീറ്റെയിൽസ് സംഭവങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈസിയായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നുള്ളൂ, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ആരെങ്കിലും അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സെറ്റപ്പിൻ്റെ റെഫറൽ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാനുള്ള ചാൻസ് കൊടുത്തിരിക്കും. നിങ്ങൾക്ക് നോർമലി ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ആധാർ കാർഡും പാൻ കാർഡും മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എമൗണ്ട് ചിലരുടെ അടുത്ത് 3 months ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അപ്ലോഡ് ചെയ്യാൻ പറയാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ത്രൂ അവർക്ക് ഇത് കൊടുത്താലും മതി, അവർ ഓട്ടോമാറ്റിക്കലി ഫെച്ച് ചെയ്തോളൂ. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ സിബിൽ സ്കോറും പ്രൊഫൈലും നോക്കിയിട്ടാണ് അതൊക്കെ കൺക്ലൂഡ് ചെയ്യുക. ഇതിൻ്റെ മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് 50,000 രൂപയാണ്, മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഈ ലോൺസിൻ്റെ ഡീറ്റെയിൽസ്. ഇതിൻ്റെ ടെനർ നോക്കുകയാണെങ്കിൽ നമുക്ക് 12 മാസം തൊട്ട് 3 കൊല്ലം വരെ നമുക്ക് ടെനർ അവൈലബിൾ ആണ്. അതും ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എമൗണ്ട് ആൻഡ് പ്രൊഫൈലാണ്. പിന്നെ നിങ്ങൾക്ക് അറിയാം, ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഇവർക്ക് ഓൾമോസ്റ്റ് തുടങ്ങുന്നത് 11.5% തൊട്ട് 18%, ഓൾമോസ്റ്റ് ഒരു 18%, അതായത് 17.35 സംതിങ് അങ്ങനെയാണ് ലാസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു 11 to 18 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് വാരിയിങ് ആണ്, ഡിപ്പെൻഡ്സ് അപ്പോൾ നിങ്ങളുടെ സിബിൽ സ്കോർ. ഏറ്റവും നല്ല സിബിൽ സ്കോർ ഉള്ളവർക്ക് 11% കിട്ടും, ഏറ്റവും കുറവ് സിബിൽ സ്കോർ ഉള്ളത് 18% കിട്ടും, അങ്ങനെയാണ്. അപ്പോൾ സിബിൽ സ്കോർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലോണോ ക്രെഡിറ്റ് കാർഡ് അപ്രൂവ് ചെയ്യാൻ മാത്രമല്ല, നല്ല സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞും നിങ്ങൾക്ക് ഇതുപോലെ കിട്ടും. അത് പേഴ്സണൽ ലോൺസ് മാത്രമല്ല, ഏത് ലോൺ ആയിക്കോട്ടെ നിങ്ങൾക്ക് സിബിൽ സ്കോർ നല്ലോണം ഉണ്ടെങ്കിൽ അത് ഇൻട്രസ്റ്റ് റേറ്റ് ഭയങ്കരമായിട്ട് കുറയ്ക്കില്ല. അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും, പെട്ടെന്ന് അപ്രൂവ് ആവും, അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് സംഭവങ്ങളൊക്കെ ഉണ്ട് സിബിൽ സ്കോറിന്. സിബിൽ സ്കോർ എന്നല്ല, ക്രെഡിറ്റ് സ്കോർ എന്നാണ് പറയുന്നത്. സിബിൽ എന്ന് പറയുന്നത് അവരുടെ ഒരു ക്രെഡിറ്റ് ബ്യൂറോ ആണ്. അപ്പോൾ ക്രെഡിറ്റ് സ്കോർ എന്താ വെച്ചാൽ നോർമലി മിക്കുള്ള ബാങ്കുകൾ നോക്കുന്നത് സിബിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് സിബിൽ സ്കോർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാധനം എപ്പോഴും നോക്കി കറക്റ്റായിട്ട് വെച്ചുകൊണ്ടിരിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് എന്തായാലും ഞാൻ പറയാം. ഇത് ആക്ച്വലി സാലറീഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. സെൽഫ് എംപ്ലോയ്ഡർക്ക് അങ്ങനെ അങ്ങോട്ട് കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ എന്താ പറയുക, മിനിമം ഇൻകം മിനിമം സാലറി അങ്ങനൊന്നും ഒരു പ്രത്യേകിച്ച് മെൻഷൻ സംഭവം ചെയ്തിട്ടില്ല. സാലറിയുടെ ആയവർക്ക് കിട്ടുന്നുണ്ട് കേട്ടോ സുഖമായിട്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിനിമം ലോൺ എമൗണ്ട് കൊടുക്കുന്നത് 50,000 രൂപയാണ്, മാക്സിമം എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. പിന്നെ ബാക്കിയൊക്കെ നിങ്ങളുടെ പ്രൊഫൈലും സിബിൽ സ്കോറും ഡിപ്പെൻഡ്സ് അപ്പോൾ ആണ് നമുക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നതിന്. അപ്പോൾ ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 11.99 തൊട്ട് 17.49 ആണ് ഫിക്സഡ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ പ്രോസസ്സിംഗ് ഫീ വരുന്നുണ്ട് 2%. ഒരു ആക്ച്വലി 2% പ്രോസസ്സിംഗ് ഫീ നമ്മുടെ നിന്ന് പിടിച്ചിട്ട് ബാക്കി എമൗണ്ടാണ് നമുക്ക് ക്രെഡിറ്റ് ചെയ്ത് തരിക. അതെല്ലാതും അങ്ങനെ തന്നെയാണ്, അല്ലാണ്ട് നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുക്കേണ്ട പരിപാടിയൊന്നുമില്ല, അതൊക്കെ ഫ്രോഡാണ്. പിന്നെ നമുക്ക് ഫോർക്ലോസിങ് ചാർജിങ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഫോർക്ലോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്തിട്ട് ത്രൂ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എലിജിബിലിറ്റി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാലറിയുടെ ഒക്കെ അവർക്ക് നോക്കുന്നത് ഏജ് ലിമിറ്റ് വരുന്നത് 21 to 55 ആണ് കേട്ടോ. പിന്നെ വേറെ വലിയ പ്രത്യേകിച്ച് ഡീറ്റെയിൽസും സംഭവമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ ഒരു അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് നമുക്ക് ഫോൺ നമ്പറും പേരും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഫെഡറൽ ബാങ്കിൻ്റെ സൈഡിലേക്ക് തന്നെ പോവുക. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പാൻ കാർഡ്, ആധാർ നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ ഒഫീഷ്യൽ ഡീറ്റെയിൽസ്, സാലറി അങ്ങനെ സംഭവങ്ങളൊക്കെ കൊടുക്കുക. ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ നിങ്ങളുടെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യും. നിങ്ങൾക്ക് എലിജിബിൾ ആണെങ്കിൽ എമൗണ്ട് അവിടെ കാണിക്കും. അപ്പോൾ അതിന് ശേഷം നമുക്ക് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇ മാൻഡേറ്റ് ചെയ്യേണ്ടി വരും. അതായത് നമ്മുടെ EMI ഓട്ടോമാറ്റിക്കലി ഡെബിറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് ഇനാഷ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ഒന്നെങ്കിൽ ഡെബിറ്റ് കാർഡ് വെച്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് വെച്ച് ചെയ്യാൻ പറ്റും. നമ്മുടെ എല്ലാം ചെയ്യുമ്പോഴും ഇത് ഒഫീഷ്യൽ അവരുടെ വെബ്സൈറ്റ് ത്രൂ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അല്ലാണ്ട് സെപ്പറേറ്റ് ആരെങ്കിലും വാട്സപ്പ് ത്രൂ മെസ്സേജ് അയച്ചിട്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. പണി കിട്ടുന്ന വഴി അറിയില്ലൊക്കെ ഫ്രോഡായിരിക്കും. അപ്പോൾ എപ്പോഴും ഒഫീഷ്യൽ വെബ്സൈറ്റ് ത്രൂ മാത്രം ചെയ്യാട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. സുഖമായിട്ട് നിങ്ങൾക്ക് ഇത് അത്യാവശ്യം പെട്ടെന്ന് തന്നെ ലോൺ അപ്രൂവ് ആവുന്നുണ്ട്. നിങ്ങൾക്കറിയായിരിക്കും, പ്രത്യേകിച്ച് കേരള റീജിയനിലൊക്കെ പെട്ടെന്ന് തന്നെ അപ്രൂവ് ആവുന്നുണ്ട്. നിങ്ങൾക്കറിയായിരിക്കും ഫെഡറൽ എന്ന് പറയുന്നത് ഒരു നമ്മുടെ കേരള ബേസ്ഡ് ബാങ്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങളുടെ ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ജൂപ്പിറ്റർ അക്കൗണ്ടോ അല്ലെങ്കിൽ FIAB അക്കൗണ്ട് ആയാലും മതി. പക്ഷേ നല്ല അക്കൗണ്ട് അത്യാവശ്യം നല്ലോണം മെയിൻറ്റെയിൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് സുഖമായിട്ട് തന്നെ അപ്രൂവ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഫെഡറൽ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡുള്ളവർക്ക് അപ്പോൾ സുഖമായിട്ട് ആവുന്നുണ്ട്. നോക്കാൻ മറക്കണ്ട. നിങ്ങളൊരു ബാങ്കിൻ്റെ ഒരു പേഴ്സണൽ ലോൺ നോക്കുന്നുണ്ടെങ്കിൽ
നല്ലൊരു ലോൺ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിങ്ക് ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ നമ്മുടെ 2 ചാനൽ ഓരോരുത്തർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റും കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ചാനലായ GHH വേൾഡ് കാണുന്നവർ പോയി കണ്ടു നോക്കുക. നമ്മൾ ടെക്നിക്കൽ ന്യൂസ്, മൂവി ന്യൂസ്, ഫിലിം ന്യൂസൊക്കെ ചെയ്യുന്നത്. ഫിലിം ന്യൂസ് ഒന്നും തന്നെയാണല്ലോ അല്ലേ, ടെക്നിക്കൽ ന്യൂസ്, ഫൈനാൻഷ്യൽ ന്യൂസൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ അവൈലബിൾ ആണ്, പേജ് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, മറക്കണ്ട. ബൈ.